സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി ചൊവ്വ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല ഇതോടെ കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഈ കാലത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അപര്യാപ്തമാണ്. കൂടാതെ മറ്റു ചെലവുകൾക്ക് എന്തു ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ഈ മേഖലയിൽ ആയിരക്കണക്കിന് അനുബന്ധ തൊഴിലാളികളും രംഗത്തുണ്ട്. 52 ദിന ട്രോളിംഗ് നിരോധന കാലയളവ് ഇത്രയും തൊഴിലാളികൾക്ക് വലിയ ദുരിതമായിരിക്കും നൽകുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.